ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 24 മണിക്കൂർ സ്വിഗ്ഗി ഡ്രൈവറായിട്ട് ഇന്ന് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. എല്ലാ ജോലിയും ചെയ്തിട്ട് തന്നെ അതിൻ്റെതായ കഷ്ടപ്പാട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് ഗൈഡായിട്ടുള്ളത് ഷാക്കിറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷാക്കിറിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മളിന്ന് പോയിട്ട് എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവെക്കുന്നത്. അതായത് ആ ജോലിയിലുള്ള കഷ്ടപ്പാട്, എത്ര രൂപയാണ് നമുക്ക് ടിപ്പ് കിട്ടുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഷാക്കിർ പോയി നമുക്കിന്ന് സ്വിഗ്ഗിനെ പറ്റി പറഞ്ഞു തരുന്നതൊക്കെ ഷാക്കിറാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഷാക്കിറിൻ്റെ കൂടെയാണ് ഇന്ന് ജോലി എന്താണെന്ന് കാണിച്ചു തരുന്നത്. നമ്മളങ്ങനെ ജോലിക്ക് പോകാനുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പൊ കറക്റ്റ് 9 മണിക്കാണ് കേട്ടോ നമ്മളിപ്പോ പോകാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഇതേ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഷാക്കിറിന്റെ അടുത്ത് ചോദിക്കാതെ. ഈ ജോലിയുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന തുകയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അങ്ങനെ പമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ 300 രൂപയ്ക്കാണ് കേട്ടോ പെട്രോൾ അടിക്കുന്നത്. ഇതിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും? മിനിമം നമുക്ക് വർക്ക് ചെയ്യേണ്ടത് 9 മണിക്കൂറാണ്. ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാവിലെ 7 തൊട്ട് 11 മണി വരെ, പിന്നെ ഉള്ളത് 11 തൊട്ട് വൈകുന്നേരം 5 മണി വരെ. നമ്മുടെ ഷാക്കിറിന്റെ സോൺ എന്ന് പറയുന്നത് തമ്പാനൂരാണ് കേട്ടോ. അപ്പൊ തമ്പാനൂർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ സോൺ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫോണിൽ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും അതിൽ ഇനിയിപ്പോ ഓർഡർ അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓർഡർ അടിച്ചിട്ട് ഫസ്റ്റ് ഓർഡർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സ്വിഗ്ഗിയിൽ സ്ഥിരം നമുക്ക് ഓർഡർ അടിക്കുന്ന ലൊക്കേഷനിലാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർഡർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ബേക്കറി ജംഗ്ഷനിലെ താഴത്തെ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അതായത് പാർക്കിംഗ് സെക്ഷനിലാണ് ഞാൻ ഷാക്കിർ ഇപ്പോൾ ഉള്ളത്. ഷാക്കിർ, അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും? ഫുൾ ടൈം ഓടുവാണെങ്കിൽ ഒരു 1100 1200. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നമുക്ക് തന്നെ മേളിൽ കിട്ടും. സാറ്റർഡേ സൺഡേ നമുക്ക് എക്സ്ട്രാ ബാക്കിയുള്ള 5 ദിവസം നമുക്ക് ഒരു 1000 രാത്രി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ മഴയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡബിൾ തന്നെ ലോട്ടറി അടിച്ച പോലെ ഡബിൾ ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റൂല അല്ലേ? ഇല്ല, എല്ലാ ദിവസവും നമുക്കത് പ്രതീക്ഷിച്ച് നമ്മൾ വരരുത്. ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത്. ഒരു ജോലിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെതായ കഷ്ടപ്പാട് എല്ലാ ജോലിയിലുള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ട് കഷ്ടപ്പാട്. ഇതിന്റെ കഷ്ടപ്പാട് എന്തൊക്കെയാണ്? ഫുഡ് കഴിക്കാൻ പറ്റില്ല, ചൂട്, മഴയെങ്കിൽ മഴ, ഇതൊക്കെ കൊള്ളേണ്ടി വരും. എപ്പോഴും വണ്ടിയിലാണല്ലോ അറിയാലോ, ബാക്ക് പെയിന് എല്ലാം സഹിക്കണം. പിന്നെ ട്രാഫിക്. അപ്പൊ ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഇതുവരെ നമുക്ക് ഓർഡർ ആയില്ല. ഇത് 12 മിനിറ്റ് ആയി, ഇത് ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല. ഇപ്പം 500 രൂപ എടുത്താൽ 150 ഇൻസെന്റീവ്, 650 എടുത്താൽ 225, 900 എടുത്താൽ 300, 1150 എടുത്താൽ 450, 1250 എടുത്താൽ 550. ഇതിലിപ്പോ കിട്ടുന്ന ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കാം അല്ലേ? കിട്ടുന്നില്ലെങ്കിൽ ഞാനുള്ള വർക്കത്തിൽ എന്തായിരുന്നാലും ഒരുപാട് കിട്ടും. ഏകദേശം 25 മിനിറ്റോളം ആണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഒരു ഓർഡർ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തത്. അവിടെ നിന്ന് ഓർഡർ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ മാറ്റി പിടിച്ചാലെന്ന് പറഞ്ഞ് നമുക്ക് വണ്ടിയിൽ ഒരു റൗണ്ട് അടിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 25 മിനിറ്റോളം അടുപ്പിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നിന്ന് ഓർഡർ ഇതുവരെ ഒന്നും അടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കറക്കം കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഓടിയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഓർഡർ കിട്ടിയാൽ നമുക്ക് എടുക്കാമല്ലേ? അങ്ങനെ നമുക്കിപ്പോ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യാണ്. മൾട്ടി അടിച്ച് ഡബിൾ ഓർഡർ അടിച്ച് കൺഫേം എടുത്ത് നമുക്ക് ഇനിയിപ്പോ ലൊക്കേഷൻ കാണിക്കുക. നമുക്കിപ്പോ ആദ്യത്തെ ലൊക്കേഷൻ അടിച്ചതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ ഭയങ്കര ട്രാഫിക്. നമ്മള് വീഡിയോ എടുക്കുന്ന വർക്കത്തില് ഷാക്കറിന് ഒറ്റ വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ മൾട്ടി ഓർഡർ കിട്ടി. ഒരു ഇതിൽ തന്നെ 2 ഇത് പിക്ക് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, അങ്ങനെ പിക്ക് ചെയ്ത് ഡെലിവറി ചെയ്യണം. നമ്മളിപ്പോ സെക്രട്ടേറിയറ്റിന്റെ അവിടെയാണ് കേട്ടോ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്നത്. ഓർഡർ റെഡി ആയി കഴിഞ്ഞാൽ തന്നെ ഫോണിൽ മെസ്സേജ് വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. റെഡി ആയല്ലേ? നമ്മൾ ഇനിയിപ്പോ പോയി പിക്ക് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫോണിലൊരു കോഡ് വരും. പിന്നെ എടുക്കാൻ പോകുന്ന ആളെ സെൽഫി എടുക്കണം. പ്ലീസ്. ഓക്കെ, ഇനിയിപ്പം ഇതിൽ വരുന്ന കോഡ് കൊണ്ട് കാണിക്കണം അല്ലേ? ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ പാർസൽ കിട്ടി. ഇനി രണ്ടാമത്തേന് ഇപ്പൊ വിളി വന്നാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓർഡറും കൂടെ ഒരു ലൊക്കേഷനിലാകുമ്പോൾ തന്നെ ഒരാളിന് തന്നെ 2ഉം കൂടെ കിട്ടും. അപ്പോൾ അതെന്തായിരുന്നാലും നല്ല കാര്യം തന്നെയാണ്. ഒറ്റ അടിക്ക് തന്നെ നമുക്ക് 2 ഇതും ഡെലിവറി ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. ഷാക്കിർ നോക്കി വരും. നമ്പറെല്ലാം കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഡെലിവറി. അതുപോലെ തന്നെ നമുക്കിപ്പം ഓർഡർ ചെയ്യുന്ന സാധനത്തിൽ തന്നെ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബെല്ല് അടിക്കണ്ട, അവിടെ വെച്ചിട്ട് പോകാനുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അടിച്ച 2 ഓർഡറിലെ ആദ്യത്തെ ഓർഡറാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആദ്യത്തെ ഓർഡറിന്റെ ലൊക്കേഷനാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഡെലിവറി
ആദ്യത്തെ ഡെലിവറി നമ്മൾ കൊടുത്തു. ഒരു ഡെലിവറി ചെയ്തപ്പോൾ കിട്ടിയ പൈസ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതും കൂടെ ഉണ്ട്. നമുക്ക് അടുത്തൊരു ഓർഡർ എന്ന് പറയുന്നത് ചാക്കയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. ഫുഡ് കൊണ്ട് വയ്ക്കുന്ന ഫോട്ടോ, ഡെലിവറിക്ക് എടുക്കാൻ പോകുന്ന ഫോട്ടോ, എല്ലാ ഫോട്ടോയും ഇതിലിപ്പോൾ ആഡ് ചെയ്യണം. ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യും. നമ്മൾ ഒരു ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും സമയം കണ്ട ഏകദേശം തന്നെ 10 മണിയായി. 1 മണിക്കൂറാണ് കേട്ടോ ഒരു ഓർഡർ കൊടുക്കാനായിട്ട്. ഒരു ഓർഡറിൽ നിന്ന് കിട്ടിയത് 25 രൂപയാണ്. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്റർ ഇനിയും ഉണ്ട്. ഈ ഒരു ട്രാഫിക്കാണ് ചേട്ടാ ഏത് സമയവും, അതാണ് ശോകമാവുന്നത്. ഇനി 600 മീറ്ററും കൂടെ ഉള്ളു ചേട്ടാ അടുത്ത ഓർഡർ കൊടുക്കാനായിട്ട്. നമ്മളെ ചാക്ക എത്താറായിട്ടുണ്ട്. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി. ഇനിയിപ്പം ആളിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാണ്. അടുത്ത ഡെലിവറിയാണ്, ഏതോ കാടിൻ്റെ അകത്താണ്. ഹോം ഡെലിവറി ആകുമ്പോൾ ഇതാണ് കേട്ടോ, കാടൊന്നുമില്ല വീടൊന്നുമില്ല, എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. അതാ നമ്മളിപ്പോൾ 4 കിലോമീറ്റർ ഓടി വന്നിട്ട് നമുക്ക് കിട്ടിയ പൈസയാണ് 18 രൂപ. സമയം 10:05. 1 മണിക്കൂറിലാണ് നമ്മൾ 2 ഡെലിവറി ചെയ്തത്. ടോട്ടൽ 43. ഇനിയിപ്പോൾ അടുത്ത ഓട്ടോ നമുക്ക് എടുക്കാം. കഷ്ടപ്പാട് തന്നെ കേട്ടോ. ഓർഡർ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിലാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഓർഡർ ഇട്ടോ. 1.5 മണിക്കൂർ ഓടിയപ്പോഴത്തേക്ക് ഞാൻ തളർന്നു. ടർഫിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ടോയ്ലറ്റും അതുപോലെ തന്നെ വെള്ളവും ഉണ്ട്. അത് തന്നെ വലിയ കാര്യം. നമ്മൾ ഏകദേശം തന്നെ അടുത്തൊരു ഓർഡറിനായിട്ട് തന്നെ 10 മിനിറ്റോളം അടുപ്പിച്ചാണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം തന്നെ ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നിന്ന് നോക്കി. നമുക്ക് ഇതുവരെ ഇവിടെ ഓർഡർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സിറ്റിയിലാണ് കേട്ടോ പോകുന്നത്. സിറ്റി പോയിട്ട് ഇനി ഏതെങ്കിലും ഓർഡർ ഒക്കെ കിട്ടുമോ നോക്കാം. ഇന്ന് ഭയങ്കര ഓർഡർ കുറവാണ്. നമുക്ക് അങ്ങനെ അടുത്തൊരു ഓർഡറാണ്. ഇത് പാർസലാണ് കേട്ടോ, കൊണ്ട് കൊടുക്കണം. അതാണ് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാഴ്സൽ വാങ്ങേണ്ട സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെലിവറി ചെയ്യേണ്ട സാധനം എടുത്ത് നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം തന്നെ 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ഇതിപ്പോൾ നമ്മളെ 3ാമത്തെ കൊറിയർ ഫുൾ ആയില്ല, സക്സസ് ആയില്ല. നമ്മളിപ്പോൾ സാധനം എടുത്തിട്ടേ ഉള്ളൂ, കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയേ. നമുക്കിതാ അവിടെയാണ് കൊടുക്കേണ്ടത്, ആ ഹോട്ടലിൽ. നമുക്കങ്ങനെ അതാ ഇപ്പം 3ാമത്തെ ഓർഡർ കൊടുത്തപ്പോൾ 25. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 മണിക്കൂർ 20 മിനിറ്റിൽ നമുക്ക് കിട്ടിയത് 68 രൂപയാണ്. ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ അടുത്ത ഓർഡർ അടിക്കണം, അടുത്ത പാർസൽ. മെയിനായിട്ട് ഈ ഒരു ഡെലിവറി ചെയ്യാൻ വരുന്നവർക്ക് നിങ്ങൾ 1 ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് പറയുന്നത് അത്രയ്ക്കും തളർച്ച ഉണ്ട്. എന്ത് പറയുന്നു, നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാത്തിലുള്ളതുപോലെ ഉണ്ട്. എങ്കിലും 1 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് കൊടുക്കണം. നമ്മൾ ചെയ്തതിൽ ഏറ്റവും ലോങ് ഓർഡറാണ് കേട്ടോ ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടത് നല്ല ലോങ്ങിലാണ്. അത് ഇനി എത്ര രൂപ നമുക്ക് ഒരു പാർസൽ ഇത്രയും ലോങ് കൊണ്ട് കൊടുക്കുന്നതിൽ എത്ര രൂപ കിട്ടുമെന്ന് കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കൊറിയർ കൊടുക്കേണ്ടത് ഇത് എവിടെയാണെന്ന് അറിയാമോ? ലുലു മാളിലാണ് കേട്ടോ. 7 കിലോമീറ്റർ ആണ് കേട്ടോ. ഓർഡറൊക്കെ എങ്ങനെയാണ് കേട്ടോ, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കൂല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ അവരെ ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളെ അവരെ നമ്പറിൽ കോൾ ചെയ്തപ്പോൾ അവർ 3 പ്രാവശ്യം എടുത്തില്ല അല്ലേ. നമുക്കിത് ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കോൾ വിളിച്ചപ്പോൾ അവരെടുത്തല്ലേ. നമ്മളിപ്പോൾ അതാ കൊണ്ട് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പം ഇത് കൊടുക്കണം, പോകണം. തണുക്കുന്നു. എത്ര രൂപ നോക്കാം? 46 രൂപ. അതിൻ്റെ അകത്ത് വന്ന് കൊടുത്തതിന് 2 രൂപ വേറെ കിട്ടുമല്ലേ അഡീഷണൽ. അതിൽ വന്നുകൊണ്ട് 2 ഉപകാരമുണ്ട്. ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാം, പിന്നെ വെള്ളവും കുടിക്കാം. നമ്മുടെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. കഷ്ടപ്പാടൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കുന്നത്. 48 രൂപയും അതിനുശേഷം തന്നെ ഇത്രയും ലോങ് വന്നുകൊണ്ട് പ്ലസ് 12 രൂപയും കൂടെ ഇപ്പോൾ ആഡായി. സമയം 11:30 കഴിഞ്ഞ്. ഒരുപാട് സമയമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കടന്ന് കറങ്ങുകയാണ്. നമുക്ക് ഇതുവരെ അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല. ഇതിലുള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് വെയിലിൽ തലവേദന, വെള്ളദാഹം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. ഓർഡർ ഇപ്പം 4 കഴിഞ്ഞിട്ടുള്ളൂ. ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കോഴിക്കോടും പപ്സും. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലത്ത് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ച് നമ്മുടെ അടുത്ത പാർസൽ എടുത്ത് നമ്മൾ ഇനിയിപ്പോൾ പോവാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വില്ലനാവണത് വെയിൽ തന്നെയാണ് കേട്ടോ. സ്ട്രോ ഇട്ടാണ് കേട്ടോ നമ്മളെ എനർജിയൊക്കെ കുടിച്ചോണ്ടിരിക്കണത്. വെള്ളം കുടിക്കുന്നതിന് കണക്കില്ല, പിന്നെ തളർന്നതിന് കണക്കില്ല. നല്ല ക്ഷീണം. അടിച്ച ഓർഡർ 8 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമുക്ക് കൊണ്ട് കൊടുക്കേണ്ടത്.
നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ പൂജപ്പുര നിന്ന് തിരുമല പോകുന്ന വഴിയിലായിട്ട് ഒരു കിടിലനായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് നല്ല തണുത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉണ്ടായത്. ശേഷം തന്നെ നല്ല രീതിയിൽ തന്നെ ബാക്ക് പെയിന് അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിലുള്ള പെയിനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡെലിവറിക്ക് പോകുന്ന ലൊക്കേഷൻ കണ്ട കാടിനകത്തൊക്കെയാണ് കേട്ടോ ഓരോ ഓർഡർ വരുന്നത്. പിന്നെ വണ്ടിയിലിരുന്ന് അടപ്പൂരി ആളാ ബാക്ക് എല്ലാം പോച്ച് ഇതുപോലെ ഡെലിവറി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പറ്റുകയാണെങ്കിൽ 20-30 ആയിക്കോട്ടെ ടിപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഒരു ഓർഡർ ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഏകദേശം 25-18 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ. നമ്മൾ ആ ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് എന്തായിരുന്നാലും ഒരു ആശ്വാസമാവും. എങ്കിലൊക്കെ അവരുടേതായ കാര്യങ്ങൾ നടക്കുമല്ലോ. ആണെങ്കിൽ നിങ്ങൾക്ക് ടിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുക. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഓർഡർ ചെയ്ത് 49 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കറങ്ങിയെന്നറിയാം. ഡെയിലി ഇങ്ങനെ വിളിക്കുമ്പോഴേ ഫോൺ എടുക്കാതെല്ലാം വന്നിട്ടുണ്ടോ? പിന്നെ ഭ്രാന്ത് വരും, കിട്ടിയിട്ട് പോകാൻ തോന്നും. ഞാൻ ആലോചിക്കും പൈസയുടെ ചെയ്യും ഭ്രാന്തായിട്ട് പിന്നെ വിളിക്കും. അല്ലെങ്കിൽ 1 കിലോമീറ്റർ ആയിക്കോട്ടെ, 1 കിലോമീറ്ററിന് സാധനം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് ആലോചിച്ച് നോക്കും. അടുത്ത ഓർഡർ പിക്കപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് സബ്വേയിൽ. 1:15. ഈ ഡെലിവറി ബോയായിട്ടൊക്കെ ഓടുന്നവരെ ഭയങ്കര രീതിയിൽ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയിലിരിക്കണം, പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ നമുക്കുള്ള ഭക്ഷണം കഴിക്കണം. എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. സബ്വേ പാർസൽ ഇനി കൊടുക്കേണ്ടത് പാപ്പനംകോടാണ്. ഏതൊരു ഉള്ളേരിയയിൽ എത്തിയപ്പോഴേ ഇവിടെ ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ കണ്ടു തുടങ്ങിയ വാഴ കൃഷി, കിഴങ്ങൻ കൃഷി. എനിക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നതല്ല. അപ്പ പ്രശ്നം ഗുരുതരമാണ്. നമ്മുടെ അടുത്ത ഡെലിവറിക്കുള്ള അടുത്ത് അവസാനത്തെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ രാവിലെ തുടങ്ങിയ ജോലി ഇപ്പോൾ വൈകുന്നേരം സമയമാവുന്നേ കഴിയാറായി. ഓക്കെ, ഇവിടെയാണ് 9ാമത്തെ ഫ്ലോറിൽ എന്താണ് നമ്മൾ ഫുഡ് 9th ഫ്ലോറിൽ കൊണ്ട് കൊടുക്കുന്നത്. ടിപ്പ് കിട്ടോ? ലാസ്റ്റത്തെ ഓർഡറാണ് വൈകുന്നേരം സമയം. രാവിലെ തുടങ്ങിയത് ഇപ്പോൾ വൈകുന്നേരമായി. മെയിനായിട്ടുള്ള നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജോലിയിലും ഇറങ്ങി അതിൻ്റെതായ കഷ്ടപ്പാട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പല ജോലികളൊക്കെ ചെയ്ത് പല ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഇതേ കണ്ടാൽ മതിയാകും. ടിപ്പ് കിട്ടിയല്ല. നമ്മളിപ്പോൾ കൊണ്ടുവന്ന് 9ാമത്തെ ഫ്ലോറിൽ കൊടുത്തതിന് നമുക്ക് കിട്ടിയത് 38 രൂപയാണ്. നമ്മളിന്ന് എടുത്ത ഓർഡറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് കേട്ടോ കാണുന്നത്. ഓക്കെ, ഇതാ 25, 71, 59 അങ്ങനെ തന്നെ ഒരുപാട് തന്നെ നമ്മൾ ഓർഡർ എടുത്ത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എല്ലാം എളുപ്പമാണ് 1000 രൂപയൊക്കെ കിട്ടാനാണെന്ന്. എന്തുമാത്രം കഷ്ടപ്പാടില്ല. എനിക്കും ഞാൻ വരെ സ്വിഗ്ഗി ഓടാൻ പോകണം എന്ന് പറഞ്ഞ് നിന്നെയാണ്. പക്ഷേ വിചാരിക്കുന്ന പോലെയല്ല, പല പെയിനുണ്ട്. ബാക്ക് പെയിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് എന്താ പറയാൻ, എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലേ. നമ്മൾ ഒറ്റ ഒരു ഷിഫ്റ്റിനുള്ള ഇതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസെന്റീവായിട്ട് നമുക്ക് 225 രൂപ കിട്ടും. എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജോലിയുടെ കഷ്ടപ്പാട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷാക്കിറിൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് നമ്മളിനി പോവാണ്. ഷാക്കിർ ഇനി കുറച്ച് സമയം കൂടെ ഓടിയിട്ടേ വരുള്ളൂ. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ബസ്സിൽ. ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർക്ക് തന്നെ എനിക്ക് പല രീതിയിലുള്ള ജോലിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അതിൻ്റെതായ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെലിവറി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ ഇത് ഡെലിവറി ചെയ്യുന്നത്.